എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞു എത്തുമ്പോഴേക്കും അത് ഇടത് പാനലിസ്റ്റ് കുറച്ച് സമയം നമ്മുടെ കൂടെ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഇതിൽ BJPക്ക് ഒരു വലിയ റോളുണ്ട് എന്ന് കൂടി പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്. നിങ്ങൾ ഈ ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് എതിരെ നടത്തുന്ന വേട്ടയ്ക്കെതിരെയാണ് ഈ സെമിനാർ അല്ലെങ്കിൽ സംഗമം എന്താണെങ്കിലും നടത്തുന്നത്. ദേശീയ തലത്തിൽ BJPയും സംഘപരിവാർ സംഘടനകളും നടത്തുന്ന അക്രമങ്ങൾക്കെതിരെയാണ് എന്നാണ് പറയുന്നത്. അതിനൊരു സമയമില്ല, അത് എപ്പോഴാണെങ്കിലും നടത്തണമല്ലോ എന്നാണ് ചോദിക്കുന്നത്. കോൺഗ്രസും ആ നടത്തുന്ന വിഷയത്തിലല്ല, ഇപ്പോൾ ഇത് നടക്കുന്നതിന് ഉദ്ദേശശുദ്ധിയിലാണ് കോൺഗ്രസിന് പ്രയാസം. BJP പക്ഷെ പറയുന്നത് ആഗോള അയ്യപ്പ സംഘം നടത്തുമ്പോൾ അത് ഹിന്ദു വിശ്വാസികളെ ചാക്കിട്ട് പിടിക്കാൻ, ന്യൂനപക്ഷ സംഗമം നടത്തുകയാണെന്ന് പറയുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധം, ഇതും പറ്റില്ല അതും പറ്റില്ല എന്ന് BJP പറയുന്നതിന്റെ അർത്ഥം എന്താണ്? എന്നോട് വന്നതിൽ താമസിച്ചാൽ എനിക്ക് ഒരു പരിഭവവും ഇല്ല. ഇനി പരമാവധി സമയം ഈ ചർച്ചയിൽ മുഴുവൻ സമയവും ഈ കോൺഗ്രസിന്റെ പ്രതിനിധിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിക്കും കൊടുത്താൽ അത് നന്നായി എന്നുള്ള അഭിപ്രായം കൂടിയാണ് എനിക്കുള്ളത്. കാരണം ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഇതിനേക്കാൾ കൃത്യതയോടുകൂടി ഇവരുടെ പൊറാട്ട് നാടകങ്ങൾ വ്യക്തമാകാൻ മറ്റൊരു അവസരം ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം ഇവരിവിടെ പറഞ്ഞു പ്രചരിപ്പിക്കാൻ ശ്രമിച്ച കാര്യം എന്താണ് എന്ന് വ്യക്തമല്ലേ. തെരഞ്ഞെടുപ്പ് അടുത്തു, ന്യൂനപക്ഷ വോട്ടുകൾ വ്യാപകമായി സംഘടിപ്പിക്കപ്പെടേണ്ട ഒരു ആവശ്യമുണ്ട്. ആ ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി എന്തും ചെയ്യുക എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് ഇവരെത്തിയിരിക്കുന്നു. അതിനവർ കൂട്ടുപിടിക്കുന്നതാണ് പലപ്പോഴായി ഉന്നയിച്ച ആരോപണങ്ങളിൽ അതെല്ലാം ജനം തള്ളിക്കളഞ്ഞതും ജനങ്ങൾക്ക് ബോധ്യമായതുമുള്ള ആരോപണങ്ങളെ വീണ്ടും കൊണ്ടുവരിക എന്നുള്ളത്. കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി ഇവിടെ വിളിച്ചു പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്താണെന്ന് പറയാൻ പോലും പറ്റാത്ത മാനസികാവസ്ഥയിലാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് ഒരു ഭരണഘടനയെ സംരക്ഷിക്കാൻ, അതുപോലെ തന്നെ മതേതരത്വത്തെ സംരക്ഷിക്കാൻ ഒക്കെ കോൺഗ്രസ് എടുക്കുന്ന വലിയ ഒരു പ്രവർത്തനമുണ്ട് എന്നാണ്. ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് അങ്ങയുടെ അവസരത്തിൽ അങ്ങ് പറയുമെന്ന് ആഗ്രഹിക്കുന്നു. മണിപ്പൂർ കലുഷിതമായി, മണിപ്പൂരിൽ വ്യാപകമായി ക്രിസ്ത്യാനികളെ ആക്രമിച്ചു എന്നൊക്കെയാണ് പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. അത് കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചാൽ മാത്രമേ ആ സമൂഹത്തെ നമ്മളെ കൂടെ നിർത്താൻ പറ്റൂ എന്നവർ ചിന്തിച്ചു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു ദേശാഭിമാനിയോ വീക്ഷണമോ ഒക്കെ വായിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ കന്യാസ്ത്രീകൾ നേരിട്ട ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ മാധ്യമ CPMന്റെ പ്രതിനിധി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ നേരിട്ട ഒരു പ്രശ്നത്തെ എത്ര വലിയ രീതിയിൽ പർവ്വതീകരിക്കാനാണ് ഞങ്ങളും കോൺഗ്രസുകാരും CPMകാരും മാധ്യമങ്ങളൊക്കെ ശ്രമിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. എന്തിനാണ് നമ്മളതെല്ലാം കേരളത്തിൽ ഇത്ര വലിയ സംഭവമായി കാണിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞ് അറിയാവുന്ന കാര്യം പറയാതെ പോയി. ഇതിന്റെ എല്ലാം ഉദ്ദേശം ഈ നാട്ടിൽ വോട്ട് കിട്ടുക എന്നുള്ളതാണ്. നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വ്യാപകമായി ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ഈ നാട്ടിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരാണ് BJP എന്ന പ്രചണ്ഡ പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. നരേന്ദ്രമോദിജി ഇന്ത്യയുടെ ഭരണത്തിൽ അധികാരത്തിൽ വന്നു. BJP കേന്ദ്ര ഭരണം കൈയാളുന്ന അവസ്ഥ വന്നു. അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവർത്തന പദ്ധതിയുടെയോ ഏതെങ്കിലും ഒരു ക്ഷേമ പ്രവർത്തനത്തിന്റെയോ ഭാഗമല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. മുദ്ര ലോൺ ഈ നാട്ടിൽ നടപ്പിലാക്കി. അത് മുസ്ലിം ആയതുകൊണ്ട് കിട്ടാതെ പോയ ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. ഇവിടെ നടപ്പിലാക്കിയ കിസാൻ സമ്മാൻ നിധി മുസ്ലിം ആയതുകൊണ്ട് കിട്ടാതെ പോയ ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ക്ഷേമ പ്രവർത്തനങ്ങളെയും വികസന പ്രവർത്തനങ്ങളെയും മുസ്ലിമാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നിഷേധിക്കപ്പെട്ട ഒരാളെ കാണിക്കാൻ സാധ്യമല്ല. എന്നാൽ ഇതെല്ലാം വരുന്ന സമയത്ത് ആ സമൂഹത്തിന് മനസ്സിലാവുന്നുണ്ട് ഈ ഭരണം ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും എതിരല്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ വലിയ ഞാൻ അഡ്വക്കേറ്റ് ഷാഹുൽ ഞാൻ താങ്കൾക്ക് കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട കേൾക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം. കോൺഗ്രസിന്റെ പ്രതിനിധി ലീഗിന്റെ ചോദ്യമാണ് മനു കേട്ടത്, ലീഗിന്റെ ചോദ്യമാണ്. ഞാൻ അപർണയോട് പറയാം, ഈ കോൺഗ്രസിന്റെ പ്രതിനിധി വായിൽ തോന്നിയതെല്ലാം എല്ലില്ലാത്ത നാക്കുകൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോഴും മിണ്ടാതിരുന്ന് കേട്ടത് അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമുണ്ട് എന്നെ പഠിപ്പിച്ച ഇന്ദിരാഗാന്ധി കോൺഗ്രസുകാർ എന്തും വിളിച്ചു പറഞ്ഞപ്പോ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? ആരാണ് ഈ നാട്ടിൽ ജനാധിപത്യത്തെ ഭരണഘടനയെ അട്ടിമറിച്ചത്? കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ഒന്ന് ചോദിക്കട്ടെ, മണിപ്പൂർ കലാപം ഇന്നും ഇന്നലെ ഉണ്ടായതല്ല നിങ്ങൾക്കറിയാം. കുക്കികളും സംഭവം ഇന്നലെ ഉള്ളതെന്നാണ് കോൺഗ്രസിന്റെ പ്രതിനിധിക്കറിയാം. എന്റെ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, ഈ അവിടെ സന്ദർശിച്ച കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തരമന്ത്രിയുടെ പേര് പറ.
ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട്, ആ മണിപ്പൂരിൽ ഇന്നും ഇന്നലെ തുടങ്ങിയ കലാപമല്ലല്ലോ, മണിപ്പൂരിന്റെ കലാപ പ്രദേശം സന്ദർശിച്ച, കലാപം ഉണ്ടായ സമയത്ത് സന്ദർശിച്ച, കുക്കികളും മെയ്തികളും ഉൾപ്പെടുന്ന കലാപം ഉണ്ടായപ്പോൾ സന്ദർശിച്ച കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തരമന്ത്രിയുടെ പേര് പറ. കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പേര് പറ. എനിക്കിവിടെ സൗണ്ട് കേൾക്കുന്നില്ല അപർണ അവിടെ പറയുന്നത്. കോൺഗ്രസിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പേര് പറ. നിങ്ങൾക്ക് കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. കോൺഗ്രസിന്റെ പ്രതിനിധി നാക്കിട്ടലിച്ചല്ലോ. പ്രധാനമന്ത്രി സന്ദർശിച്ചു, മറ്റു പലരും സന്ദർശിച്ചു, ഇപ്പോഴാണ് പോയത്. മണിപ്പൂരിലെ വലിയ കലാപം. മണിപ്പൂരിൽ കലാപം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ. കുക്കികളും മെയ്തികളും ഉൾപ്പെടുന്ന അവിടുത്തെ വനാന്തരങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളിൽ മണിപ്പൂർ കലാപമുണ്ട്. കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ എരിഞ്ഞടങ്ങാത്ത കലാപങ്ങൾ വ്യാപകമായി നടന്നു. എന്റെ ചോദ്യം, പ്രധാനമന്ത്രിമാരായിരുന്ന കോൺഗ്രസിലെ ആരെങ്കിലും ആ സമയത്ത് സന്ദർശിച്ചു എന്നതല്ല. ആഭ്യന്തരമന്ത്രിയായിരുന്ന ഒരാൾ, പാർലമെന്റിൽ പ്രസംഗിച്ച ഒരാളെ പറ. മണിപ്പൂർ കലാപത്തിന് വേണ്ടി കോൺഗ്രസ് ഭരണ സമയത്ത് പാർലമെന്റിൽ പ്രസ്താവന ഇറക്കി അതിനൊരു അപലപിച്ചു പോയി, അല്ലെങ്കിൽ അത് നടപടിയെടുക്കാം എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ആഭ്യന്തരമോ പ്രതിരോധമോ അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി സ്ഥാനമോ കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ പേര് പറയാൻ കോൺഗ്രസിനില്ല. എന്നിട്ടും ഉളുപ്പില്ലാതെ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിച്ച ഒരു വിഭാഗത്തെ താറടിച്ചു കാണിക്കാൻ എന്തു നുണയും പ്രചരിപ്പിച്ചു വിടുന്ന കൂട്ടരായി കോൺഗ്രസ് മാറുന്നു. ആ പ്രതിനിധിയുടെ സ്വഭാവം ഇവിടെ കാണിച്ചു, അത്രയേ ഉള്ളൂ. ഒരു പ്രതികരണം ഈ നാട്ടിൽ ചെയ്തിട്ടില്ല. ഈ നാടിനെ എല്ലാ അർത്ഥത്തിലും പുറകോട്ടടിപ്പിച്ച് ഈ നാടിനെ മതം പറഞ്ഞ് വോട്ട് പിടിച്ച് വിഭാഗീയതയാക്കാൻ ശ്രമിച്ച് കേരളത്തിലെ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രകടമായ പ്രകടീകരണങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടൊരു കാര്യം പറഞ്ഞല്ലോ, പാകിസ്ഥാനിൽ ജീവിക്കുന്ന മതന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ടുള്ള ക്രിസ്ത്യൻ സഹോദരന്മാർക്കും ഹിന്ദു സഹോദരന്മാർക്കും അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ കേരളത്തിലെ മുസ്ലിം സഹോദരന്മാരെയെല്ലാം ഇവിടെ നിന്ന് നാട് കടത്താൻ പോകുന്നുവെന്ന തെറ്റായ പ്രചരണങ്ങൾ വ്യാപകമായി അഴിച്ചുവിട്ട് അവരെ പാനിക്കാക്കി, അവരെ ഇരവാദം ഉയർത്തി വോട്ടിന് വേണ്ടി എന്ത് തെമ്മാടിത്തരവും നെറുകേടും കാണിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ചെയ്തതിന് അഭിമാനത്തോടു കൂടി വിളിച്ചു പറയുന്ന നിങ്ങളോട് എന്ത് ഞങ്ങൾ മറുപടി പറയണം? ഈ നാട്ടിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. മദനിയെ അറസ്റ്റ് ചെയ്തതിൽ പുറത്താക്കണം, അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണം, അദ്ദേഹത്തെ വെറുതെ വിടണം എന്ന് നിയമസഭ പാസാക്കിയിട്ടുണ്ട്, ഒരുമിച്ചിരുന്നിട്ടുണ്ട്. ഈ രക്തസാക്ഷി മണ്ഡപത്തിനുള്ളിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയും ഒരുമിച്ചിരുന്ന് ക്രിസ്ത്യൻ സഹോദരന്മാർ അവരുടേതല്ലാത്ത കാരണം കൊണ്ട് പാകിസ്ഥാനിൽ പെട്ടുപോയി ദുരിതപൂർണമായ ജീവിതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഭാരതം അത് തിരുത്താൻ ശ്രമിക്കുന്ന ഒരു നിയമം കൊണ്ടുവരുന്നു. ആ നിയമം കൊണ്ടുവരുമ്പോൾ അത് നടപ്പിലാക്കരുത്, അവർ വീണ്ടും പാകിസ്ഥാനിൽ കിടന്ന് ദുരിതം അനുഭവിക്കണം, അവിടുത്തെ ഭീകരവാദികളുടെ ഇടയിൽ കിടക്കണം എന്ന് പറഞ്ഞ് അത് നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞ് രക്തസാക്ഷി മണ്ഡപത്തിൽ ഇവർ ഒരു ധർണ നടത്തി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരുമിച്ചിരുന്ന്. ഞാൻ ചോദിച്ചോളത്തെ, കേരളത്തിലെ ഒരു റോഡിന്റെയെങ്കിലും കുഴി ഒന്ന് അടയ്ക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കാം എന്നവർ തീരുമാനിച്ചോ? കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട ഒട്ടനവധി വിഷയങ്ങളില്ലേ? വിലക്കയറ്റത്തിൽ കേരളം ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായി അവർ മാറ്റിയില്ലേ? ഇന്നും വോട്ടിന് വേണ്ടി ജാതിയും മതവും ഒക്കെ പറയുകയും ആഗോള അയ്യപ്പ സംഗമത്തിൽ പറയുന്നതിനപ്പുറത്തേക്ക് ന്യൂനപക്ഷ സംഘവുമായി ബന്ധപ്പെട്ട് BJP ആരോപണം ഉന്നയിക്കുന്നത് ഇത് ഭരണഘടനാ ലംഘനമാണ് എന്നാണ്. അതായത് ഒരു പക്ഷത്തിന്റെ സംഗമം നടത്തുമ്പോൾ അത് ഭരണഘടനാ ലംഘനം എന്നുകൂടി BJP ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായിട്ടൊരു സംഗമം നടത്തുകയാണ് എന്തായാലും ഹിന്ദു സംഘടനകൾ. അപ്പോൾ ഇതിനകത്ത് അതിനപ്പുറത്തേക്കാണ് സർക്കാർ ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങ് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അല്ല, അങ്ങ് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിന്റെ എല്ലാം പിറകിൽ എന്താണ്? കേവലം വോട്ട് ബാങ്കുകളായി ജമാഅത്ത് ഇസ്ലാമിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും പരസ്യമായി തൊട്ടു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പായ നിലമ്പൂരിൽ പോലും നമ്മൾ കണ്ടതല്ലേ? ജമാഅത്ത് ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഭീകരവാദികൾക്ക് അവരുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി എന്തും കാണിച്ചു കൊടുക്കാൻ തയ്യാറാവുന്ന ഇരു മുന്നണികളെയും നമ്മൾ കണ്ടതാണ്. വികസന രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യാൻ ഇവർക്ക് എവിടെയാണ് സമയമുള്ളത്? ഏതെങ്കിലും ഒരു സമയം അതിനുവേണ്ടി എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അയ്യപ്പ സംഘമായാലും ഇത് ന്യൂനപക്ഷ സമുദായങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അത് മുസ്ലിം സമുദായം, ക്രിസ്ത്യൻ സമുദായമാണ്. ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരെടുത്ത് പറയണോ? ഞാൻ ചോദിക്കട്ടെ, ന്യൂനപക്ഷ സമുദായങ്ങളോട് ചെയ്യുന്ന കാര്യമാണിത്. അല്ല, ഒരു പേരെഴുതി വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ആവുന്നുണ്ടോ? അതിനുള്ളിൽ നടക്കുന്ന കാര്യം അങ്ങനെ ആകണമെന്നില്ലേ? പഞ്ചസാര കുപ്പിക്കുള്ളിൽ നിങ്ങൾ ഉപ്പെന്ന് എഴുതി വെച്ചാൽ അത് ഉപ്പാകണമെന്നുണ്ടോ? ഇത് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ശ്രമങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങ് തന്നെ ചോദിച്ചല്ലോ, ഈ സമയത്തിന്റെ പ്രസക്തം എന്താണ്? തെരഞ്ഞെടുപ്പ് എടുക്കുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ ചർച്ച ചെയ്താൽ ഇവരെല്ലാം ദൂരെ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. തൊഴിൽ രഹിതരായ യുവാക്കൾ ഈ നാട്ടിൽ നിന്ന് നാട് കടത്തപ്പെടുന്ന സാഹചര്യം, നാട് നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അത്തരം ഗൗരവതരമായ വിഷയങ്ങളിൽ നിന്ന് മറിച്ച് ജനങ്ങളെ ഇത്തരം വൈകാരിക വിഷയങ്ങളിലേക്ക് കൊണ്ടുവരണം. അങ്ങ് സൂചിപ്പിച്ച പറയാം, അയ്യപ്പ സംഗമം നടത്തുന്നതിന് എന്താണ് എതിർപ്പ്?
അയ്യപ്പ സംഗമം നടത്തുന്നത് വിശ്വാസികളെ എങ്ങനെ നിങ്ങൾ വിലയിരുത്തുമെന്നുള്ളതായിരുന്നു ശബരിമല പ്രക്ഷോഭ സമയത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ചത്. ആ ശബരിമല പ്രക്ഷോഭത്തിലെ വലിയ പങ്കാളിത്തം നടത്തി ജനങ്ങളോടൊപ്പം നിന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങളെ അന്ന് പിന്തുരുപ്പന്മാരാണ്, ഞങ്ങൾ മാറി നിൽക്കേണ്ടവരാണ്, പുരോഗമനത്തെ എതിർക്കുന്നവരാണ് എന്ന് ആരോപിച്ചവർ ഇന്ന് വിശ്വാസികളെ തരംതിരിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു. അതിന്റെ പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു രാഷ്ട്രീയ മേഖലയെ പ്രവർത്തിക്കുന്ന ഞങ്ങൾ അത് തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ന്യൂനപക്ഷ സംഗമത്തിന്റെ ഉദ്ദേശം ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിലായിരുന്നെങ്കിൽ കേരളത്തിലെ എത്ര ന്യൂനപക്ഷങ്ങൾ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ നിലപാടെന്തായിരുന്നു? കേരളത്തിലാണല്ലോ ഇവര് ഭരണം നടപ്പിലാക്കേണ്ടത്. കേരളത്തിനുള്ളിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രശ്നങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കണമല്ലോ. ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യാൻ സാധിക്കും അവർക്ക്. എത്രയെത്ര പ്രശ്നങ്ങളാണ് ഈ നാട്ടിൽ നടപ്പിലാക്കിയത്. മുനമ്പത്ത് ഭൂമി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വലിയ